നമസ്കാരം, TJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഉളിക്കല് പുറവയിലാണ്. എനിക്ക് ഇവിടെ ഒരു സ്റ്റഡ് ഉണ്ട്, സ്റ്റഡ് പപ്പിയാണ്. ഒരു 4 പപ്പിയുണ്ട്. അപ്പൊ ഇത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലുള്ള കോഫി എന്ന് പറഞ്ഞ ചോക്ലേറ്റ് മെയിലിന്റെ സ്റ്റഡ് പപ്പീസ് ആണ്. അപ്പൊ അത് നല്ല സൂപ്പർ പപ്പീസ് ആണ്. അപ്പൊ അതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ വന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം വിനോദ് ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം. വിനോദ് ചേട്ടാ, വിനോദ് ചേട്ടൻ ഇങ്ങോട്ടേക്ക് വരേണ്ട വഴി എന്ന് പറഞ്ഞു കൊടുത്തേ. കണ്ണൂർ ജില്ലയിലെ ഉളിക്കല് പുറവേലെന്ന വഴി, മണിക്കട വഴിക്ക് പുറവേല് സ്കൂളിന്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൈസ്കൂൾ വഴി. പിള്ളേരുണ്ട് ഇവിടെ. 3 മക്കളുണ്ട്. 3 മക്കളെയും വെച്ചരാം. മോന്റെ പേര് പറഞ്ഞേ. ലിയോൺ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഒന്നിലേക്ക് പോകുന്നു. സാംസൺ 6ലേക്ക് കയറി. ഷാരോൺ 9ലേക്ക് അല്ലെ. ഇനി നമുക്ക് ഡോഗ്സിലേക്ക് കടക്കാം. അപ്പൊ ഇവിടെ ലാബ് മാത്രമല്ല, ജർമ്മനും ഉണ്ട്, റോട്ടും ഉണ്ട്. അപ്പം ജർമ്മന്റെ പപ്പീസ് വേറെ ഇറങ്ങി കിടക്കുന്നുണ്ട്. അത് പുറമെ ക്ലോസ് ചെയ്താണ്. നമുക്ക് ലാബിന്റെ ഇതാണ് 4 പപ്പീസാണ്. അതിന്റെ കൂടെ ഒരു ജർമ്മന്റെ പപ്പീസും കൂടെ ഉണ്ട്, മുലപ്പാൽ കുടിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. കുഞ്ഞിനെ ബ്ലോക്ക് ആക്കിയതാ. അവിടെ അപ്പൊ നമ്മളിപ്പം പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ റോട്ടിന്റെ ഒരു ഫീമെയിൽ ആണ്. ഇത് 3.5 മാസം പ്രായമേ ഉള്ളൂ. നല്ല ടോപ്പ് ലൈനേജ് ആണ്. അപ്പൊ ഇതിനെപ്പറ്റി വിനോദ് പറയാം. ഇന്ത്യൻ ചാമ്പ്യൻ കർമ്മയുടെ കുട്ടിയാണ്. കർമ്മ ഇന്ത്യൻ ചാമ്പ്യൻ. ഇത് കെറോസ് കനലിൽ നിർത്താം. കെറോസ് അപ്പൊ ഇതിന് വിനോദ് ചേട്ടാ എവിടെ നിന്ന് എടുത്തതിനെ? ഇതിന് എറണാകുളം മഞ്ഞപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. മഞ്ഞപ്പുറ അങ്കമാലി. കെനലിന്റെ പേരെന്നായിരുന്നു? കെറോസ് കനൽ. അല്ലേ? സാബു എന്ന് പറയാം. സാബു എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ അപ്പൻ ഇന്ത്യൻ ചാമ്പ്യൻ കർമ്മ അല്ലെ? ഇന്ത്യൻ ചാമ്പ്യൻ കർമ്മ. ഇന്ത്യൻ ചാമ്പ്യൻ കർമ്മയുടെ കുട്ടിയാണ്. അപ്പൊ ഇത് 3.5 മാസമായുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് നല്ല അടിപൊളി ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാല് ഇതിന്റെ കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഇവിടെയുള്ള നല്ല മെയിൽസിൽ ക്രോസ് ചെയ്യുമ്പോൾ വേറെ വേറെ വെറൈറ്റി ലൈൻസ് ഇവിടെ വരുമ്പോ നമ്മുടെ നാട്ടുകാർക്ക് തന്നെ ഒരു എന്താ പറയാ വെറൈറ്റി ഓരോരുത്തരിങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ പുതിയ അപ്ഗ്രേഡ് ഒക്കെ വരുന്നത്. 3.5 മാസമായുള്ളൂ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു 5-6 മാസത്തെ വളർച്ച വരുന്നുണ്ട്. അപ്പൊ ആ ബെഡ് ലൈന്റെയും അതിന്റെ ഒരു ലൈൻസിന്റെയും ഒരു ഗുണമാണ്. അപ്പുറത്തുനിന്ന് ഏതായാലും ചെറിയ പറ്റിച്ചു. അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഡോറ എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ആണ്. ഈ പിള്ളേരെല്ലാം പെറ്റാണ്. അപ്പൊ ഡോറനെ പരിചയപ്പെടാം. ഇവർക്ക് എത്ര വയസ്സ് പ്രായമായി? ഇതിപ്പോ 3 വയസ്സായി അല്ലെ? ഇപ്പൊ എത്ര പ്രസവമായി? ഇതിപ്പോ 2ാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഇവിടെ ലൈൻസ് എങ്ങനെ അറിയോ? ഇത് നിക്കോൺ ടിംടോർ ഫാദർ. ഇതിനെ തൃശ്ശൂരിന്ന് എടുത്തല്ലേ? അപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ള റോട്ടിന്റെ ഫീമെയിൽ ആണ്. അപ്പൊ റോട്ടിന്റെ പപ്പീസിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ വിനോദ് ചേട്ടന്റെ നമ്പർ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുന്നതായിരിക്കും.
പോരാ. ആ 3 കിലോ കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ജൂഡി എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ആണ്. ഇപ്പൊ ഇത് ഇവരുടെ പെറ്റ് ഇതാണ്. ഇപ്പൊ പ്രസവിച്ച് കിടക്കുവാണ്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ 6 പപ്പീസ് ഉണ്ട് ജർമ്മന്റെ. അപ്പൊ നല്ല സൂപ്പർ ക്വാളിറ്റി ജർമ്മന്റെ പപ്പീസ് ആണ്. അപ്പൊ നമുക്ക് പപ്പീസിനെ ആരെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ ഇടുന്നുണ്ട്, വിനോദ് ചേട്ടന്റെ. അപ്പൊ വിനോദ് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ സ്വഭാവം എങ്ങനെയാ വിനോദ് ചേട്ടാ? ഫ്രണ്ട്ലി ആണ് എല്ലാവരോടും. പിന്നെ ആ ഇതുമായിട്ട് ഇതാവില്ല, ആവില്ല മാത്രം ഫീമെയിൽ. പിന്നെ ചില പട്ടി പൂച്ച അങ്ങനെയൊന്നും ഇപ്പൊ വേറെ ഒന്നിനും അടുപ്പിക്കില്ല. പക്ക വാച്ച് ലോഗാണ്. പക്ക വാച്ച് ലോഗ്. അപ്പൊ നമുക്ക് വാച്ച് ലോഗ് ആയിട്ടിട്ട് ആർക്കെങ്കിലും ജർമ്മന്റെ പപ്പീസിനെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ലാബാണ്. ലാബ് ഇത് നമ്മുടെ കോഫി എന്ന് പറഞ്ഞ സ്റ്റഡ് മേൽ ഞാൻ മുമ്പ് ഒരു വർഷം മുമ്പ് അതിന്റെ കുഞ്ഞ് വീഡിയോ ഇട്ടായിരുന്നു. അത് പ്രസവിച്ച പാടെ അതിന്റെയൊക്കെ ഓരോ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. കോഫിയുടെ സ്റ്റഡ് പപ്പിയാണ്. അപ്പൊ നല്ല പഞ്ചിങ് ഉള്ള പപ്പിയാണ്. ഇപ്പൊ 20 ദിവസം പ്രായമായുള്ളൂ. ഏകദേശം 2.5 കിലോ തൂക്കമായി. നമുക്ക് ഫീമെയിലിനെ പരിചയപ്പെടാം. ഇതിന്റെ പേരെന്നായിരുന്നു? വിന്നി. അപ്പൊ ഇതിന്റെ 4 വയസ്സ് കഴിഞ്ഞു. 4 വയസ്സ്. അപ്പൊ ഇത് ഇപ്പൊ 4 വയസ്സാണെങ്കിലും 3 പ്രസവം എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവിച്ചത്. അപ്പൊ ഓരോ പ്രാവശ്യം ഓരോ മെയിലും മാറി മാറി ചെയ്തതാണ്. അപ്പൊ ഈ പ്രാവശ്യത്തിനുള്ള ഏറ്റവും സൂപ്പർ പപ്പീസ് ഈ പ്രാവശ്യമാണ് വന്നത്. അപ്പൊ നമ്മുടെ കോഫിയുടെ പ്രൊഡ്യൂസിങ് ആണ്. പ്രൊഡ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പേ ഇപ്പം 3 ലിറ്റർ ഇറങ്ങി, 1 വയസ്സായി ആയുള്ളെങ്കിലും ഇപ്പം 3 ലിറ്റർ ഇറങ്ങി. 3 ലിറ്ററിനകത്തെ പപ്പീസ് നല്ല പഞ്ച് ഫേസിൽ നല്ല ക്യൂട്ട് പപ്പീസാണ് ഇതിന്റെ കിട്ടിയത്. അപ്പൊ നമ്മള് കോഫി ചെറുപ്പത്തിൽ ഇരുന്ന ഫോട്ടോ എല്ലാവർക്കും അറിയാലോ, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. കോഫിയുടെ ചെറുപ്പത്തിൽ 1 മാസം തൊട്ടുള്ള ഫോട്ടോസ് അതിനകത്ത് യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസിങ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇപ്പൊ 4 പപ്പിയുണ്ട്. അതിനകത്ത് 2 മെയിലും 2 ഫീമെയിലും ആണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഈ ഫീമെയിലിന്റെ അമ്മ പഞ്ചാബ് ലൈൻ മിക്സ് ആണ്. പഞ്ചാബ് ലൈൻ മിക്സ് ഫീമെയിലില് ഷോ ക്വാളിറ്റി വർക്കിംഗ് ലൈൻ മെയിൽ ക്രോസ് ചെയ്തിറങ്ങിയ പപ്പീസാണ്. ഒരു 50% പഞ്ചാബ് ലൈൻ പ്രൊഫൈലില് നമുക്ക് മിക്സ് പപ്പീസ് വരും. ഇതിന്റെ ഫാദർ ഷോ ക്വാളിറ്റി വർക്കിംഗ് ലൈനാണ്. അപ്പൊ നമുക്ക് ഒരു പഞ്ചാബ് ഷോ ക്വാളിറ്റി മിക്സ് ആയിട്ടുള്ള പപ്പീസ്, നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസിനെ നമുക്ക് കിട്ടും. അപ്പൊ 4 പപ്പി നല്ല ക്യൂട്ടാണ്. അപ്പൊ 4 പപ്പീനെ ഓരോന്നെടുത്ത് കാണിച്ചു തരാം. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഫേസ് ആണ് വന്നിരിക്കുന്നത്. സ്റ്റഡ് സർവീസ് അവൈലബിൾ തുടങ്ങിയിട്ടുണ്ട്. കാണിച്ചാറ് ചോക്ലേറ്റ് ആണ് മേലെ കോഫിയുടെ കളർ. അപ്പൊ ചോക്ലേറ്റില് ഇതിനകത്ത് ഇപ്പം വൈറ്റ് മാത്രമേ ഇപ്പം കുഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. വൈറ്റ്, ബ്ലാക്ക്, ചോക്ലേറ്റ് 3 കളറും വീഴുന്നുണ്ട്. അപ്പൊ അതിന്റെ ലൈൻസ് വരുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ഓസ്കാറിന്റെ കുട്ടിക്കകത്ത് BISS ഇന്ത്യൻ ചാമ്പ്യൻ ചിന്നാർ സ്ലാങ്ങർ ക്രോസ് ചെയ്തിറങ്ങിയ കുഞ്ഞാണ് കോഫി എന്ന് പറഞ്ഞ മെയില്. ഇപ്പൊ 1 വയസ്സായിട്ടുള്ളൂ. അപ്പൊ അവന്റെ പൂർണ്ണ വളർച്ചത്തിന് 2-2.5 വയസ്സാകും. ഇപ്പൊ തന്നെ നല്ല ഹെവി ഒരു മെയിലാണ്. അപ്പൊ അവന്റെ പ്രൊഡ്യൂസിങ് കാണിക്കാനാണ് മെയിൻ ആയിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ പപ്പീസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ നല്ല ഫേസ് ആണ് പപ്പീസിന്റെ ഒക്കെ. പപ്പീസിന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു 6-7 ദിവസം കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഓഫ് വൈറ്റ് ക്രീം 2 കളറിലാണ് പപ്പീസ് ഉള്ളത്. പിന്നെ ഫോക്സ് റെഡ് കളറിൽ ഫീമെയിലും മെയിലും ഉണ്ട്. പിന്നെ ചോക്ലേറ്റ് കളർ
മെയിലും ഫീമെയിലും വേറെ ഇറങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.